എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ നാഗട്ടോ അവനിപ്പോ കുട്ടപ്പന്റെ സോളിനെ അതിനങ്ങനെ അബ്സോർബ് ചെയ്യാണ്. നാഗട്ടോ അവൻ ഓൾറെഡി ഒരുപാട് ഗെഞ്ചിപ്സുകള് അവിടെ ക്രിയേറ്റ് ചെയ്തു. അവൻ ക്രിയേറ്റ് ചെയ്ത ആ സമറിൻ ആനിമല് അതിനെ പോലും കുട്ടപ്പൻ തകർത്ത് കളഞ്ഞു. പക്ഷേ നാഗട്ടോയുടെ ഈ ഒരു മൂവ്മെന്റ് അത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ്. കുട്ടപ്പൻ ഉടനെ അവന്റെ റസൻ ഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ റസൻ ഗൺ പവർ അതിന്റെ പവർ നഷ്ടപ്പെട്ട് ഇല്ലാതാവും. കാരണം നാഗട്ടോ അവൻ കുട്ടപ്പന്റെ സോളും എനർജിയും എല്ലാം തന്നെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ ടെൻഷനായിട്ട് ഇപ്പൊ നാഗട്ടോയോട് ചോദിക്കും, നാഗട്ടോ ഇത് എന്ത് ടൈപ്പ് ഗെഞ്ചിപ്സു ആണ്? പക്ഷെ നാഗട്ടോയ്ക്കാണെങ്കിൽ കുട്ടപ്പൻ ഉത്തരം കൊടുക്കാൻ കഴിയില്ല. കാരണം കബൂട്ടോ അവനിപ്പോ മുഴുവനായിട്ടും നാഗട്ടോയെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും കുട്ടപ്പൻ കാണുക തൊട്ടു പിന്നില് ഒരു മോൺസ്റ്റർ രൂപം അതിപ്പോ അങ്ങനെ മുകളിലേക്ക് വരികയാണ്. കുട്ടപ്പന് മനസ്സിലാവും അത് ജീവൻ തിരികെ കൊണ്ടുവരുന്ന ഒരു മോൺസ്റ്റർ ആണ്. അതിനെന്തിനാ ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്നേ? കട്ട് ചെയ്താ ഇവിടെ കബൂട്ടോ അവൻ ഭയങ്കര ഹാപ്പിയാണ്. എത്രയും പെട്ടെന്ന് കുട്ടപ്പന്റെ സോളും ആ നയൻ ടൈലിനെയും അതിനെ എനിക്ക് അബ്സോർബ് ചെയ്യണം. അങ്ങനെ വന്ന മാധുരയും നയൻ ടൈലും അവർ രണ്ടുപേരും എന്റെ ചൊൽപ്പടിക്ക് കിട്ടും. ഇവിടെ നാഗട്ടോ അവനിപ്പോ കുട്ടപ്പന്റെ സോള് അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യാണ്. കുട്ടപ്പനാണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് അതിനെ തിരികെ പിടിക്കാൻ ശ്രമിക്കും. അത് കണ്ട് കില്ലർ ബി അവൻ ചാടി ഓടി കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. കില്ലർ ബിയെ കണ്ട ഉടനെ ഇപ്പൊ നാഗട്ടോ അവന്റെ മറ്റൊരു കൈ കില്ലർ ബിയെ ലോക്ക് ചെയ്യും. എന്നിട്ട് അവന്റെ ബോഡിയിലെ ആ എയ്ത്ത് ടൈലിനെ അതിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പന്റെ സോള് അത് ഓൾമോസ്റ്റ് മുഴുവനായിട്ടും അവൻ അബ്സോർബ് ചെയ്യുമ്പോഴായിരിക്കും സുസാന അതിപ്പോ അവിടേക്ക് വന്ന് നാഗട്ടോടെ കൈ അത് തകർത്ത് കളഞ്ഞ് മുൻപോട്ട് പോവാ. സുസാനെ കണ്ട് ഇപ്പൊ കില്ലർ ബി അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. സുസാനെ ക്രിയേറ്റ് ചെയ്തത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഹിറ്റാച്ചി. നാഗട്ടോ വീണ്ടും ഇപ്പൊ പഴയതുപോലായി മാറി നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ ഹിറ്റാച്ചി കറക്റ്റ് ആയിട്ട് അവനെ ലോക്ക് ചെയ്യും. മാത്രമല്ല അവൻ ക്രിയേറ്റ് ചെയ്ത ആ സമറിൻ ആനിമൽസ് അവരെല്ലാവരും അവിടുന്ന് അപ്രത്യക്ഷമാവും. ഇവിടെ കബൂട്ടോ ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും അവന്റെ അടുത്തൊരു ബ്രഹ്മാണ്ഡ പദ്ധതി അതിന് തുടക്കം കുറിക്കും. കട്ട് ചെയ്ത ഇവിടെ നാഗട്ടോ അവൻ വലിയൊരു ഗോളം അത് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അതെന്താണെന്ന് മനസ്സിലാവും. ഉടനെ ആ ഒരു ബോള് ഇപ്പൊ ഒരുപാട് പാറയും കല്ലും ഒക്കെ തന്നെ അതിന്റെ അടുത്തേക്ക് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ അബ്സോർബ് ചെയ്ത് അതിനെ കൊണ്ട് ഒരു ഗ്രാമത്തെ പോലും നശിപ്പിക്കാനായിട്ട് കഴിയും. അതതിന്റെ ഫുൾ പവറില് കല്ലുകളും പാറകളും അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കുട്ടപ്പനും അതിനെ ലക്ഷ്യമാക്കി അങ്ങനെ പറന്നടുക്കും. കില്ലർ ബി ടെൻഷനായിട്ട്, കുട്ടപ്പ ഇതെന്താ സംഭവിക്കണേ? അതിന് നറൂട്ടോ പറയും, ആ കറുത്ത പന്ത് അതതിന്റെ ബ്ലാക്ക് സ്പിയർ അതുപയോഗിച്ച് മരങ്ങളെയും കല്ലുകളെയും ഒക്കെ അബ്സോർബ് ചെയ്യാണ്. ഇതിങ്ങനെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നമ്മുടെ ഈ നാടിനെ പോലും ഇതിനെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. സോ ഇനി ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് ആ കറുത്ത ബോള് അത് തകർക്കണം. ഹിറ്റാച്ചി പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഒരിക്കൽ ഇതേ കറുത്ത പന്തിനെ ഞാൻ തകർത്തിട്ടുണ്ട്. നാഗട്ടോ ക്രിയേറ്റ് ചെയ്ത ആ പന്തിന്റെ നടുക്കുള്ള സ്പിയറിംഗ് ഭാഗം അവിടെ ചെറുതായിട്ടൊരു ഡിസ്ട്രാക്ഷൻ കൊടുത്ത് അവിടെ തകർക്കാൻ കഴിഞ്ഞ ആ ഒരു ബോളിനെ മുഴുവനായിട്ടും നമുക്ക് നശിപ്പിക്കാനാവും. പക്ഷെ കുട്ടപ്പൻ പറയും, എനിക്കിപ്പോ എയിം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഹിറ്റാച്ചി പറയും, നീ എങ്ങനെയെങ്കിലും എയിം ചെയ്തേ പറ്റൂ. ആ ഒരൊറ്റ പ്രോസസ്സ് അതുമാത്രം നീ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. കട്ട് ചെയ്ത കില്ലർ ബി അവനിപ്പോ അവന്റെ എയ്ത്ത് ടൈൽ മോഡിലേക്ക് മാറി ടൈൽഡ് ബീസ്റ്റ് ബോംബ് ഉണ്ടാക്കും. മറ്റൊരു ഭാഗത്ത് ഹിറ്റാച്ചി അവൻ സുസാനയെ ഫുൾ പവറിലേക്ക് കൊണ്ടുവരും. കുട്ടപ്പനാണെങ്കിൽ റസൻ ഗൺ ഷുരീഗൻ അതും ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു മൂന്ന് പേരുടെ പവർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് ആ ഒരു കറുത്ത പന്തിന്റെ സെൻട്രൽ പോയിന്റ് ലക്ഷ്യമാക്കി അങ്ങനെ വലിച്ചെറിയും. അവരുടെ 3 പേരുടെയും പവർ അത് നേരെ വന്ന് ആ കറുത്ത പന്തിന്റെ നടുഭാഗത്ത് ഹിറ്റ് ചെയ്ത് അത് മുഴുവനായിട്ടും ഒട്ടി അങ്ങോട്ട് തെറിക്കും. അതേസമയം ഹിറ്റാച്ചി അവൻ സുസാനെ ഉപയോഗിച്ച് വലിയൊരു ആയുധം അത് നാഗട്ടോയുടെ ബോഡിയിലേക്ക് അങ്ങനെ കുത്തി ഇറക്കുകയാണ്. നാഗട്ടോ അവനിപ്പോ പതിയെ പഴയതുപോലായി മാറും. ഹിറ്റാച്ചി അവൻ പറയും, ഇതാണ് ആ ടോട്സുക ബ്ലേഡ്, ഇത് വെച്ചാണ് ഞാൻ ഒറോച്ചിമാറുവിനെയും ഒരിക്കൽ തകർത്തത്. ഹിറ്റാച്ചി പറയും, ഈ ഒരു ബ്ലേഡ് അത് ആക്ച്വലി ഉപയോഗിക്കുന്നത് സീലിംഗ് പർപ്പസിനാണ്. ഇതുപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ആരെ വേണമെങ്കിലും നമുക്ക് സീൽ ചെയ്യാൻ കഴിയും. ഹിറ്റാച്ചി പതിയെ ഇപ്പൊ നാഗട്ടോയെ
സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ഹിറ്റാച്ചി നാഗട്ടയോട് നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് നാഗട്ടോ പറയും, കുട്ടപ്പ ഞാനിപ്പോ നമ്മുടെ മാസ്റ്ററിന്റെ അടുത്തേക്ക് പോവാണ്. മാസ്റ്റർ ഒരു ബുക്കിന്റെ 3 വോളിയം ഇറക്കി. അതിന്റെ ആരംഭം അത് മാസ്റ്ററാണ്. മിഡിലുള്ള ഞാനൊരു ഫെയിലിയറാണ്. അവസാനത്തെ വോളിയം നീയാണ്. അദ്ദേഹത്തിന്റെ ബുക്കിലെ ഒരേ ഒരു സക്സസ് അത് നീ മാത്രമാണ്. സോ ഉറപ്പായിട്ടും നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഒരു വലിയ യുദ്ധം അത് സോൾവ് ചെയ്യാൻ കഴിയും. ഞാനും മാസ്റ്ററും ഞങ്ങളെല്ലാവരും നിന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ കുട്ടപ്പന് ഇപ്പൊ മാമനെ അവന്റെ തൊട്ടടുത്തായി കാണാൻ കഴിയും. കുട്ടപ്പൻ അവന് നേർക്ക് തംസപ്പ് കാണിക്കും. അടുത്ത സെക്കൻഡിൽ ഹിറ്റാച്ചി അവനെ അങ്ങനെ സീൽ ചെയ്യും. ഇവിടെ കബൂട്ടോ ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. നാഗട്ടോ എങ്ങനെ എന്റെ കൺട്രോളിൽ നിന്ന് പോയി? ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവനിപ്പോൾ ടെൻഷൻ ആവാൻ തുടങ്ങും. നാഗട്ടോയുടെ ബ്ലൈൻഡ് സ്പോട്ട് അതുമാത്രം ഞാൻ വിട്ടുപോയി. ഹിറ്റാച്ചി അത് മുതലെടുത്ത് അവന്റെ 4 ഭാഗത്തു നിന്നും കറക്റ്റായിട്ട് എയിം ചെയ്ത് അവന്റെ വീക്ക് പോയിന്റിൽ തന്നെ ആഞ്ഞടിച്ചു. അങ്ങനെയാണ് എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ഇപ്പൊ നാഗട്ടോ അവനെ അവര് ഈസി ആയിട്ട് സീൽ ചെയ്തത്. കബൂട്ടോ ഉടനെ ഇപ്പൊ അടുത്ത ടെക്നിക്സ് അതൊക്കെ ആലോചിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ കില്ലർ ബി അവൻ പറയും, ആക്ച്വലി ഇവരെ മുഴുവൻ ആരോ യൂട്ടിലൈസ് ചെയ്യാണ്. റീആനിമേഷൻ ചിപ്സ് ഉപയോഗിച്ച് ഇവരെ കൊണ്ട് അവരുടെ ഇഷ്ടത്തിന് പല കാര്യങ്ങളും ചെയ്യിക്കുന്നു. ഇങ്ങനെ റീആനിമേറ്റഡ് ആയി വരുന്നവരോട് നമ്മളെങ്ങനെ ഫൈറ്റ് ചെയ്യും? അതിന് ഹിറ്റാച്ചി പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. റീആനിമേറ്റഡ് ആയി വരുന്നവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് ആ മാധുര അവനെ കണ്ടുപിടിക്കണം. ഹിറ്റാച്ചി പറയും, എല്ലാ ജിപ്സുവിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റീആനിമേഷൻ ജിപ്സുവിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ സെയിൽ ചെയ്യാൻ കഴിയും. കുട്ടപ്പൻ പറയും, ഹിറ്റാച്ചി നീ ഇപ്പോ എവിടേക്കും പോണ്ട. ഇത് ആക്ച്വലി എന്റെ ഊഴമാണ്. കുട്ടപ്പന്റെ യഥാർത്ഥ പവർ അതെന്താണെന്ന് ഈ വില്ലന്മാർക്ക് എല്ലാവർക്കും ഞാൻ തന്നെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവന്റെ ഷാഡോ ക്ലൗൺസിനെ ഇപ്പൊ പുറത്തേക്ക് ഇറക്കും. അതിന് ഹിറ്റാച്ചി പറയും, നീയല്ല ഞാനാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കണം എന്ന് ചിന്തിക്കരുത്. ഈ ഒരു റീആനിമേഷൻ ജിപ്സു അതെന്നെ കൊണ്ട് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂ. പക്ഷെ കുട്ടപ്പൻ അടിച്ചു പറയും, ഒരുപാട് പേര് എന്നിൽ പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. എനിക്കൊരിക്കലും അവരുടെ പ്രതീക്ഷ തെറ്റിച്ച് കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല. പക്ഷെ അപ്പോഴേക്കും കുട്ടപ്പൻ അവനിപ്പോ കിതയ്ക്കാനായിട്ട് തുടങ്ങും. അതിന് ഹിറ്റാച്ചി പറയും, കുട്ടപ്പ ശരിയാണ്, നീ ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രാമത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓവർ കോൺഫിഡൻസ് അതിപ്പോ നിന്നെ അറഗന്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആ മാധുരയെ പോലെ ആയിത്തീരും. എല്ലാ കാര്യങ്ങളും നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് എല്ലാവരും നിന്നെ വെറുക്കാൻ തുടങ്ങും. മാത്രമല്ല വലിയ പരാജയത്തിലേക്ക് നീ കൂപ്പുകുത്തും. നിന്റെ അച്ഛൻ മിനിട്ടോ ആൾക്ക് കൊടുത്തിരുന്ന റെസ്പോൺസിബിലിറ്റി അതാണ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതും കൂടെ നിന്റെ അമ്മയുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. നീ നിന്റെ അച്ഛനെ വേണം മാതൃകയാക്കാൻ. ഒരു ഹൊക്കാഗെയായി മാറി ജനങ്ങളുടെ ഇഷ്ടം അത് പിടിച്ചു പറ്റാനല്ല, മറിച്ച് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റി ഒരു ഹൊക്കാഗെയായി മാറാനാണ് നീ ശ്രമിക്കേണ്ടതും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് അവന്റെ ഫ്രണ്ട്സിനെ ആലോചിക്കാൻ തുടങ്ങും. ഫ്രണ്ട്സിനെ മാത്രമല്ല അവൻ ഇഷ്ടപ്പെട്ടവരെയും ഹൊക്കാഗെ ആന്റിയെയും അങ്ങനെ എല്ലാവരെയും ഇപ്പൊ അവൻ ആലോചിക്കും. അപ്പൊ കില്ലർ ബി അവൻ കുട്ടപ്പനോട് പറയും, ഞാൻ ഇറൂക്ക സെൻസായിക്ക് ഒരു വാക്ക് കൊടുത്തു. എന്ത് സംഭവിച്ചാലും കുട്ടപ്പനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ കൂടെ മരണം വരെ ഉണ്ടാവും. അത് കേട്ട് നറൂട്ടോ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഇറൂക്ക സെൻസായി ആലോചിക്കും. അവസാനമായിട്ട് ഇറൂക്ക സെൻസായി ആളും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. നീ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യരുത്. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ അവൻ പറയും, ഐ എം സോറി, ഞാൻ ഇനി മുതൽ ഒറ്റയ്ക്കൊന്നും എടുത്തുചാടി ചെയ്യില്ല. ഉടനെ ഹിറ്റാച്ചി ഇപ്പൊ കുട്ടപ്പന് കൊടുത്ത ആ കാക്കയെ കത്തിച്ചു കളയും. ഇനി അമത്രാസ് കണ്ണുകൊണ്ട് യാതൊരു പ്രയോജനവും. ഹിറ്റാച്ചി കുട്ടപ്പന്റെ കൈ പിടിച്ചു പറയും, സി ഉച്ചയെ കഴിഞ്ഞും പവറുണ്ട്. ഈ സി ഉച്ചിഹ കണ്ണ് അതില്ലാതെ തന്നെ നിന്നെക്കൊണ്ട് സാസുകയെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അത്രയും പറഞ്ഞ് ഹിറ്റാച്ചി ഇപ്പൊ കുട്ടപ്പനെ കില്ലർ ബിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത്
അവിടുന്ന് അങ്ങനെ ദൂരേക്ക് പോവും. ഇവിടെ കുട്ടപ്പൻ അവൻ വീണ്ടും അവന്റെ നയൻ ടൈൽ മോഡിലേക്ക് പോയി അങ്ങനെ പവറായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.